രാജ്യത്തെ പിടിച്ചുലച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ തലസ്ഥാനത്ത് നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം കൂടുതൽ സങ്കീർണവും നിർണായകവുമായ തലത്തിലേക്ക്. സമരത്തിന്റെ മുൻനിര പോരാളിയായ പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി അങ്മോ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയതും ഉപവാസം അവസാനിപ്പിക്കാൻ വാങ്ചുക്ക് മുന്നോട്ട് വെച്ച പുതിയ ആവശ്യങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന വിഷയം ഉൾപ്പെടുത്താത്തതും പ്രക്ഷോഭ രംഗത്ത് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് സമീപം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ മിന്നൽ പ്രതിഷേധ സമരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സോനം വാങ്ചുക്കിന്റെ ഭാര്യയും സാമൂഹിക സംരംഭകയുമായ ഗീതാഞ്ജലി അങ്മോ രംഗത്തെത്തിയത്. ഇന്ത്യ ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കോൺഗ്രസിന്റെ സമരം ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് അവർ തുറന്നടിച്ചിരുന്നു. ജൂലൈ 21-ന് സെവൻ ലോക്ക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയും മുതിർന്ന നേതാക്കളും നടത്തിയ ധർണ കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നാണ് ഗീതാഞ്ജലിയുടെ ആരോപണം. കോൺഗ്രസ് നേതാക്കൾക്ക് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ചേരുകയായിരുന്നുവെന്നും അവർ തുറന്നടിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിന് യാതൊരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയക്കാർ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വാങ്ചുക്കിനെയും അദ്ദേഹത്തിന്റെ പ്രശസ്തിയും ദുരുപയോഗം ചെയ്യുകയാണ്. എന്നാൽ ഇത് പഴയ ഇന്ത്യയല്ല, ഉണർന്ന പുതിയ ഇന്ത്യയാണ്. ജനങ്ങളെ ഇനിയും പറ്റിക്കാൻ കഴിയില്ല. ആത്മാർത്ഥതയില്ലാതെ നാടകം കളിക്കുന്ന രാഷ്ട്രീയക്കാരെ രാജ്യത്തെ യുവാക്കൾ തന്നെ പുറന്തള്ളുമെന്നും ഗീതാഞ്ജലി വ്യക്തമാക്കി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ചെവനിങ് സ്കോളർ കൂടിയായ ഗീതാഞ്ജലി കോക്രോച്ച് ജനതാ പാർട്ടി നയിക്കുന്ന വിദ്യാർത്ഥി മുന്നേറ്റം പൂർണ്ണമായും രാഷ്ട്രീയമുക്തമാണെന്ന് ഊന്നി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ല. പാർലമെന്റാണ് ഉയർന്ന സ്ഥാപനം. വിദ്യാഭ്യാസത്തെ ഒരു മൗലിക വിഷയമായി പാർലമെന്റ് കാണണം. രാഷ്ട്രീയ അജണ്ടകളില്ലാതെ ആർക്കും പിന്തുണയ്ക്കാം. എന്നാൽ സ്വന്തം ലാഭത്തിനായി എത്തുന്നവർ വഴിയരികിൽ തള്ളപ്പെടും. കാരണം ആത്മാർത്ഥതയിലും വിശുദ്ധിയിലും അധിഷ്ഠിതമായി ഉണ്ടായ സമരമാണിതെന്നും അവർ പറയുന്നു. മറുവശത്ത് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതിനായി സോനം വാങ്ചുക്ക് പുറത്തിറക്കിയ പുതിയ കത്തിലെ വ്യവസ്ഥകൾ അദ്ദേഹത്തിന്റെ നിലപാടിലെ വലിയ അയവായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പറയുന്നില്ല എന്നാണ് ആരോപണം. ജൂലൈ 18-ന് ജന്തർ മന്ദിറിൽ നിന്നും മാറ്റപ്പെട്ട വാങ്ചുക്ക് നിലവിൽ ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നിരാഹാരവും തുടരുന്നുണ്ട്. ഈ ആഴ്ച ആദ്യം കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ആശുപത്രിയിലെത്തി വാങ്ചുക്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിക്കാനുള്ള ആവശ്യങ്ങൾ അടങ്ങിയ കത്ത് വാങ്ചുക്ക് പുറത്തുവിട്ടത്. തുടക്കം മുതൽ പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യമായിരുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന നിബന്ധന വാങ്ചുക്കിന്റെ പുതിയ കത്തിലുണ്ടായിരുന്നില്ല. പകരം ജൂലൈ 20-ലെ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരുവിധ ശിക്ഷാ നടപടികളോ പ്രതികാര നടപടികളോ ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഉറപ്പ് നൽകണമെന്ന ആവശ്യമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ വാങ്ചുക്ക് തന്നെ സന്ദർശിച്ച കേന്ദ്രമന്ത്രിമാർ പ്രധാന്റെ രാജി എന്ന വിഷയവും പരിഗണിക്കാമെന്ന് വാക്കാൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ചു. എങ്കിലും പ്രധാന ആവശ്യത്തിൽ നിന്നും താൽക്കാലികമായെങ്കിലും വാങ്ചുക്ക് പിന്നോട്ടു പോയത് സമരരംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്.